നമസ്കാരം, എവർക്കും ബി എസ് സി പഠിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു എയർ മിസൈലാണ് ആകാശ് MK-1S. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു എയർ മിസൈൽ, എയറിലേക്ക് അയക്കുന്ന മിസൈലാണ്. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ആകാശ് എന്ന് കിട്ടും. എയർ, സർഫസ് താഴെ നിന്ന് മുകളിലേക്ക് അയക്കുന്നത് ആകാശ് സർഫസ് ടു എയർ മിസൈൽ ആകാശ് MK-1S. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈൽ നിർഭയ്. 1000 കിലോമീറ്ററൊക്കെ ദൂരപരിധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയമില്ലാതെ പോകുന്നൊരു മിസൈലായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് നിർഭയ് എന്ന വാക്കിലേക്ക് എത്താം. അപ്പോൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വിജയകരമായി പരീക്ഷണം നടത്തിയ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ്. ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ്. DRDO വിജയകരമായി പരീക്ഷിച്ച ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർജറ്റ് ഡ്രോണാണ് അഭ്യാസ്. ഡ്രോണാണ് അഭ്യാസ്. DRDO വിജയകരമായി പരീക്ഷിച്ച ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർജറ്റ് ഡ്രോണാണ് അഭ്യാസ്. ഒന്നുകൂടി നോക്കാം. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു എയർ മിസൈലാണ് ആകാശ് MK-1S. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വിജയകരമായി പരീക്ഷണം നടത്തിയ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ്. DRDO വിജയകരമായി പരീക്ഷിച്ച ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർജറ്റ് ഡ്രോണാണ് അഭ്യാസ്. S-400 ട്രയംഫ് മിസൈൽ ഇന്ത്യക്ക് കൈമാറുന്നത് റഷ്യ. S-400 ട്രയംഫ് ഇന്ത്യക്ക് കൈമാറുന്നത് റഷ്യ. ഹാർപൂൺ മിസൈൽ, ടോർപിഡോസ് എന്നിവ ഇന്ത്യക്ക് കൈമാറുന്നത് USA. ഹാർപൂൺ, ടോർപിഡോസ് തുടങ്ങിയ ഇന്ത്യക്ക് കൈമാറുന്നത് USA. S-400 ട്രയംഫ് ഇന്ത്യക്ക് കൈമാറുന്നത് റഷ്യ. ഹാർപൂൺ, ടോർപിഡോ തുടങ്ങിയ ഇന്ത്യക്ക് കൈമാറുന്നത് USA. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലായ സ്പൈഡർ ഇന്ത്യക്ക് കൈമാറിയത് ഇസ്രായേൽ. അതുപോലെ സ്പൈക്ക് എന്ന ആൻറ്റി ടാങ്ക് മിസൈൽ ഇന്ത്യക്ക് കൈമാറിയതും ഇസ്രായേലാണ്. നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2 ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2 ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നും. ഒന്നുകൂടി നോക്കാം. S-400 ട്രയംഫ് മിസൈൽ ഇന്ത്യക്ക് കൈമാറുന്നത് റഷ്യ. ഹാർപൂൺ മിസൈൽ, ടോർപിഡോസ് തുടങ്ങിയ ഇന്ത്യക്ക് കൈമാറുന്നത് അമേരിക്ക. ഇന്ത്യ പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലായ സ്പൈഡർ ഇന്ത്യക്ക് കൈമാറിയത് ഇസ്രായേൽ. സ്പൈക്ക് എന്ന ആൻറ്റി ടാങ്ക് മിസൈൽ ഇന്ത്യക്ക് കൈമാറിയത് ഇസ്രായേൽ. നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം 2 ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നും. ഇന്ത്യ വികസിപ്പിച്ച വിവിധോദ്ദേശ റഡാറാണ് രാജേന്ദ്ര. DRDO വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് മിസൈലാണ് സാൻഡ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ധ്രുവാസ്ത. DRDO വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് മിസൈൽ സാൻഡ്. അതുപോലെ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ധ്രുവാസ്ത. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈലാണ് ശൗര്യ. SS. സർഫസ് എന്നുള്ളതിൻ്റെ എസ്സും ശൗര്യ എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ S ആണ്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ശൗര്യയിലേക്ക് എത്താം. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈലാണ് ശൗര്യ. DRDO വിജയകരമായി അണ്വായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. DRDO വികസിപ്പിച്ച അണ്വായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. ഇതിൻ്റെ ദൂരപരിധി 1000 മുതൽ 2000 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ് അഗ്നി പ്രൈമിന്. അണ്വായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം.
ഒന്നുകൂടി നോക്കാം. ഇന്ത്യ വികസിപ്പിച്ച വിവിധോദ്ദേശ റഡാറാണ് രാജേന്ദ്ര. റഡാർ രാജേന്ദ്ര. DRDO വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് മിസൈലാണ് സാൻഡ്. ആൻറ്റി ടാങ്ക് മിസൈൽ സാൻഡ്. അതുപോലെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ധ്രുവാസ്ത. DRDO വിജയകരമായി പരീക്ഷിച്ച സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ശൗര്യ. സർഫസ് ശൗര്യ. DRDO വികസിപ്പിച്ച അണ്വായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ സെൻസറിൽ അധിഷ്ഠിതമായ എക്സ്പ്ലോസീവ് ട്രേസ് ഡിറ്റക്ടറാണ് നാനോ സ്നിഫർ. എക്സ്പ്ലോസീവ് ട്രേസ് ഡിറ്റക്ടർ നാനോ സ്നിഫർ. അൽഷിമേഴ്സ് രോഗം മൂലം ഉണ്ടാകുന്ന ഹ്രസ്വകാല മറവി രോഗം പ്രതിരോധിക്കുന്നതിനായി IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് ട്രോജൻ ഹോഴ്സ്. അൽഷിമേഴ്സ് രോഗം മൂലം ഉണ്ടാകുന്ന ഹ്രസ്വകാല മറവി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് ട്രോജൻ ഹോഴ്സ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വിജയകരമായി പരീക്ഷിച്ച പുതിയ ആയുധ സംവിധാനമാണ് സ്മാർട്ട്. ആയുധ സംവിധാനം സ്മാർട്ട്. NTPC സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. NTPC സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഒന്നുകൂടി നോക്കാം. ലോകത്തിലെ ആദ്യം മൈക്രോ സെൻസറിൽ അധിഷ്ഠിതമായ എക്സ്പ്ലോസീവ് ട്രേസ് ഡിറ്റക്ടർ നാനോ സ്നിഫർ. അൽഷിമേഴ്സ് രോഗം മൂലം ഉണ്ടാകുന്ന ഹ്രസ്വകാല മറവി രോഗം പ്രതിരോധിക്കുന്നതിനായി IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് ട്രോജൻ ഹോഴ്സ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വിജയകരമായി പരീക്ഷിച്ച പുതിയ ആയുധ സംവിധാനമാണ് സ്മാർട്ട്. NTPC സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് UAE. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് UAE. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ BTech കോഴ്സ് ആരംഭിച്ച സ്ഥാപനമാണ് IIT ഹൈദരാബാദ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ BTech കോഴ്സ് ആരംഭിച്ച സ്ഥാപനം IIT ഹൈദരാബാദ്. 2020 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായി ആചരിച്ച സംസ്ഥാനം തെലങ്കാന. 2020 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായി ആചരിച്ച സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിലെ ആദ്യ NVIDIA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് IIT ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ NVIDIA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് IIT ഹൈദരാബാദ്. ഒന്നുകൂടി നോക്കാം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് UAE. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് BTech കോഴ്സ് ആരംഭിച്ച സ്ഥാപനം IIT ഹൈദരാബാദ്. 2020 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർഷമായി ആചരിച്ച സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിലെ ആദ്യ NVIDIA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് IIT ഹൈദരാബാദ്. സ്മാർട്ട് ഫോണുകൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച ചിപ്പാണ് ധ്രുവ. സ്മാർട്ട് ഫോണുകൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച ചിപ്പ് ധ്രുവ. തൊഴിലന്വേഷകർക്കായി ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച ജോബ് ആപ്ലിക്കേഷനാണ് കോർമോ ജോബ്സ്. തൊഴിലന്വേഷകർക്കായി ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച ജോബ് ആപ്ലിക്കേഷൻ കോർമോ ജോബ്സ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഓർക്കിഡ്സ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓർക്കിഡ്സ് ഫാമിംഗ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഓർക്കിഡ്സ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഓർക്കിഡ്സ് ഫാമിംഗ്. ഒന്നുകൂടി നോക്കാം. സ്മാർട്ട് ഫോണുകൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി IIT ബോംബെയിലെ ഗവേഷകർ വികസിപ്പിച്ച ചിപ്പ് ധ്രുവ. തൊഴിലന്വേഷകർക്കായി ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച ജോബ് ആപ്ലിക്കേഷൻ കോർമോ ജോബ്സ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ഓർക്കിഡ്സ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഓർക്കിഡ്സ് ഫാമിംഗ്.
വാട്സപ്പ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിനാണ് ഇറ്റ്സ് ബിറ്റ്വീൻ യു. വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ 2 പേരുടെ ഇടയില. അപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ബിറ്റ്വീൻ യു. വാട്സപ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിനാണ് ഇറ്റ്സ് ബിറ്റ്വീൻ യു. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച വിർച്വൽ വിസിറ്റിംഗ് കാർഡ് മേക്കിംഗ് ആപ്ലിക്കേഷനാണ് പീപ്പിൾ കാർഡ്സ്. വിസിറ്റിംഗ് കാർഡ് ആൾക്കാ പീപ്പിൾസിന്. അപ്പം പീപ്പിൾസ് കാർഡ് ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച വിർച്വൽ വിസിറ്റിംഗ് കാർഡ് മേക്കിംഗ് ആപ്ലിക്കേഷനാണ് പീപ്പിൾ കാർഡ്സ്. സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനായി IIM കോഴിക്കോടിൻ്റെ സ്റ്റാർട്ടപ്പായ ക്വാൽ 5 ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വികസിപ്പിച്ച വെയറബിൾ ഗാഡ്ജറ്റാണ് വേലി ബാൻഡ്. സാമൂഹിക അകലത്തിന് വേണ്ടിയിട്ട് ഒരു ബാൻഡ് വെച്ച് വേലി കെട്ടുന്നു. അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ വേലി ബാൻഡ് നമുക്ക് ഓർത്തിരിക്കാം. സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനായിട്ട് വേലി ബാൻഡ് ആരംഭിച്ചതാരാണ്? IIM കോഴിക്കോടിൻ്റെ സ്റ്റാർട്ടപ്പായ ക്വാൽ 5 ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. വേലി ബാൻഡ്. ഇന്ത്യക്ക് വേണ്ടി ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് നിർമ്മിച്ച 7 ഓഫ്ഷോർ പെട്രോൾ വെസലുകളിൽ അവസാനത്തേതാണ് വിഗ്രഹ. ഏറ്റവും അവസാനത്തേത് വിഗ്രഹ. ഇന്ത്യക്ക് വേണ്ടി ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് നിർമ്മിച്ച 7 ഓഫ്ഷോർ പെട്രോൾ വെസലുകളിൽ അവസാനത്തേത് വിഗ്രഹ. ഒന്നുകൂടി നോക്കാം. വാട്സപ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിനാണ് ഇറ്റ്സ് ബിറ്റ്വീൻ യു. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച വിർച്വൽ വിസിറ്റിംഗ് കാർഡ് മേക്കിംഗ് ആപ്ലിക്കേഷൻ പീപ്പിൾ കാർഡ്. സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് IIM കോഴിക്കോടിൻ്റെ സ്റ്റാർട്ടപ്പായ ക്വാൽ 5 ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വികസിപ്പിച്ച വെയറബിൾ ഗാഡ്ജറ്റാണ് വേലി ബാൻഡ്. ഇന്ത്യക്ക് വേണ്ടി ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനി നിർമ്മിച്ച 7 ഓഫ്ഷോർ പെട്രോൾ വെസലുകളിൽ അവസാനത്തേത് വിഗ്രഹ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോമാണ് ഇന്ദ്രാജൽ. ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോം ഇന്ദ്രാജൽ. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ ഔദ്യോഗിക വിവരങ്ങൾ ഡിജിറ്റലാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഒയാസിസ്. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ ഔദ്യോഗിക വിവരങ്ങൾ ഡിജിറ്റലാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ഒയാസിസ്. സർക്കാർ മേഖലയിൽ ഫോസ് ഉപയോഗിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആരംഭിച്ച ഇന്നൊവേഷൻ ചാലഞ്ചാണ് ഹാഷ് ഫോസ് ഫോർ GOV. ഹാഷ് ഫോസ് ഫോർ GOV. സർക്കാർ മേഖല എന്ന് പറയുമ്പം GOV വരും, പിന്നെ ഫോസ്. അപ്പോൾ ഹാഷ് ഫോസ് ഫോർ GOV. സർക്കാർ മേഖലയിൽ ഫോസ് ഉപയോഗിക്കുന്ന ലക്ഷ്യമിട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആരംഭിച്ച ഇന്നൊവേഷൻ ചാലഞ്ചാണ് ഹാഷ് ഫോസ് ഫോർ GOV. ഒന്നുകൂടി നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോമാണ് ഇന്ദ്രാജൽ. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ ഔദ്യോഗിക വിവരങ്ങൾ ഡിജിറ്റലാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഒയാസിസ്. സർക്കാർ മേഖലയിൽ ഫോസ് ഉപയോഗിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആരംഭിച്ച ഇന്നൊവേഷൻ ചാലഞ്ചാണ് ഹാഷ് ഫോസ് ഫോർ GOV. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മേഘദൂത്. കർഷകർക്കായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് മേഘദൂത്. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ് ഇസാൻഡ. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ഇസാൻഡ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ട്യൂട്ടർ. ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പ് ട്യൂട്ടർ. ട്വിറ്ററിന് സമാനമായ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് കൂ ആപ്പ്. ട്വിറ്ററിന് സമാനമായി ഇന്ത്യ വികസിപ്പിച്ച മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് കൂ ആപ്പ്. ഒന്നുകൂടി നോക്കാം. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മേഘദൂത്. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ് ഇസാൻഡ. മൊബൈൽ ആപ്ലിക്കേഷൻ മേഘദൂത്, മാർക്കറ്റ് പ്ലേസ് ഇസാൻഡ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ നിലവിൽ വന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പ് ട്യൂട്ടർ. ട്വിറ്ററിന് സമാനമായ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് കൂ ആപ്പ്. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നും. റാഫേൽ യുദ്ധവിമാനം പറന്നിറങ്ങിയ ഇന്ത്യൻ എയർവേസ് ആണ് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF. ഇന്ത്യൻ എയർബേസ് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗോൾഡൻ ആരോസ്. എന്താണെന്നറിയപ്പെടുന്നത് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF.
2016 ഇൻ്റർ ഗവൺമെൻറ്റൽ എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യക്ക് ഫ്രാൻസ് കൈമാറാൻ പോകുന്ന യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36. 2016 ഇൻ്റർ ഗവൺമെൻറ്റൽ എഗ്രിമെൻറ്റ് പ്രകാരം ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്ന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36. റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസിലെ ഏവിയേഷൻ കമ്പനിയാണ് ഡിസോൾട്ട്. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഫ്രാൻസിലെ ഏവിയേഷൻ കമ്പനിയാണ് ദസോൾട്ട്. 5 റാഫേൽ ജെറ്റ് വിമാനങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായ തീയതിയാണ് 2020 സെപ്റ്റംബർ 10. 5 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായത് 2020 സെപ്റ്റംബർ 10. റാഫേൽ ഇടപാട് പുനഃപരിശോധിച്ച ഹർജി യശ്വന്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് CBI ആൻഡ് അതേഴ്സ്. റാഫേൽ ഇടപാട് പുനഃപരിശോധിച്ച ഹർജി യശ്വന്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് CBI ആൻഡ് അതേഴ്സ്. റാഫേൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ്. റാഫേൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ്. ഒന്നുകൂടി നോക്കാം. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നും. റാഫേൽ യുദ്ധവിമാനം പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF ഗോൾഡൻ ആരോസ് എന്നറിയപ്പെടുന്നത് നമ്പർ 17 സ്ക്വാഡ്രോൺ IAF ആണ്. ഇത് ഹരിയാനയിലെ അംബാലയിലാണ്. 2016 ഇൻ്റർ ഗവൺമെൻറ്റൽ എഗ്രിമെൻറ്റ് പ്രകാരം ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറുന്ന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36. റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രാൻസിലെ ഏവിയേഷൻ കമ്പനി ദസോൾട്ട്. 5 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായത് 2020 സെപ്റ്റംബർ 10. റാഫേൽ യുദ്ധവിമാന ഇടപാട് പുനഃപരിശോധിച്ച ഹർജിയാണ് യശ്വന്ത് സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് CBI ആൻഡ് അതേഴ്സ്. റാഫേൽ യുദ്ധവിമാനം പറക്കാൻ നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ്. താങ്ക് യു.